ഭായ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധ്യമാവും. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് അറിയോ? അത് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാന്നുള്ളത് അല്ലേ. പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അനാവശ്യ ഫുഡും മറ്റേതൊക്കെ കഴിച്ച് നമ്മൾ ആരോഗ്യം നശിപ്പിക്കുന്നത് അല്ലേ ഫൈസൽ ഭായ്? ലോകത്തെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യാൻ നോക്കുക, ബാക്കിയൊക്കെ ആ പ്രോസസ്സ് ആസ്വദിക്കാൻ നോക്കുക. നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രമാത്രം ലക്കി തെളിഞ്ഞു വരും. ഭാഗ്യമല്ലാണ്ട് വെറുതെ വരുന്നതല്ല, അത് ഹാർഡ് വർക്കിൻ്റെ ഒടുവിൽ വരുന്നതാണ് അല്ലേ. ഫൈസൽ ഭായ് ഒക്കെ ജീവിതത്തിൽ ഒരുപാട് തകർന്നിടത്തുനിന്ന് ഇന്നൊരു ആശുപത്രീൻ്റെ ഓണറാക്കി മാറ്റിയ ആളാണ് നിങ്ങൾ അല്ലേ. ഒരു അജ്മി പുട്ടുപൊടീൻ്റെ ഏറ്റവും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഏജൻസി ആയിട്ട് മാറിയത്. അതൊക്കെ ഒരുപാട് സ്ട്രഗിളിൽ നിന്നല്ല നിങ്ങൾക്ക് കിട്ടിയത്. യെസ്, പരാജയപ്പെട്ടു അവസാനം. യെസ്, വെരി ഗുഡ്. പരാജയങ്ങളിൽ നിന്നാണ് വിജയം ഉണ്ടാകുന്നത്. യെസ്. പലപ്പോഴും നമ്മൾ സ്നേഹം കൊടുക്കലും നമ്മളങ്ങോട്ട് സഹായിക്കലൊക്കെ ഇങ്ങോട്ടെന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കുന്നത് തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടാവരുത്, മറിച്ച് നമ്മളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യണം. തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയൊരു വിജയമായിരിക്കും നമുക്കുണ്ട്. ആളോട് ദേഷ്യം പിടിക്കാൻ നമുക്ക് സാധ്യമാവും, പക്ഷേ ഒരു മനുഷ്യൻ്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മറ്റുള്ളവരോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പവറുണ്ടോ? അത് നിങ്ങളെ പേഴ്സണൽ പവറാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറയുക, നമ്മളെ കാര്യങ്ങൾ മുഴുവനും മറ്റുള്ളവരോട് തുറന്നു പറയുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാര്യം കേൾക്കാനൊന്നും ആർക്കും താല്പര്യമല്ല. എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവനവനെക്കുറിച്ച് എന്ത് പറയും എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളത്. യെസ്. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെ. പറയുന്ന ആളുകൾക്ക് അവർക്ക് നമ്മളോട് പറയുമുണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ശരിയാണ്. വലിയ പൈസ കൊടുത്ത് സഹായിക്കലോ അതല്ലെങ്കിൽ അവരെ കൂടെ സ്പെൻഡ് ചെയ്ത് സഹായിക്കലോ എന്നുള്ള അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരണം മനുഷ്യ ഇപ്പം ഈ തിരക്ക് പിടിച്ച ലോകത്ത് മനുഷ്യർക്ക് പരസ്പരം കേൾക്കാനോ സംസാരിക്കാനോ സമയമില്ല. ശരി, മുഖത്തോട് മുഖം നോക്കി നമ്മുടെ ചെവികൾ കൊടുക്കാൻ സമയമല്ല. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരൊക്കെ ഉണ്ടാവും, അച്ഛന്മാരൊക്കെ. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരൊരു പക്ഷേ നമ്മളോട് ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ മോൻ്റെ ഒരു വാക്ക് കേൾക്കാൻ, അല്ലെ അമ്മയൊന്ന്. ആ സമയം നമുക്ക് വീട്ടിൽ ചെന്നാലും ജോലി, ഓഫീസിലാണെങ്കിലും ജോലി, നമുക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജോലിയുടെ തിരക്ക്, കുട്ടികളുടെ പ്രശ്നം, വൈഫിൻ്റെ പ്രശ്നം, നമ്മളെ പ്രായ ആളുകളെ നമ്മൾ പരിഗണിക്കാത്തടത്തോളം കാലം നമ്മളെ പ്രശ്നങ്ങൾ തീരില്ല. ശരിയാണ്.